എന്തല്ല സുഖല്ലേ? സോ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ആപ്പിൽ നമ്മൾ കുറേയധികം അടിപൊളിയായ ന്യൂസാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും ടിപ്സും ട്രിക്സും എല്ലാം അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ അടിപൊളിയായ കാര്യങ്ങൾ അറിയാൻ പറ്റും. തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന കർമ്മത്തിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്ഡേഷൻസ് iOS 26.1 പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ എന്തായാലും ബീറ്റ ചെയ്യുക. അടിപൊളിയായ മാറ്റങ്ങളുണ്ട് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലും. അതോടൊപ്പം കുറേയധികം പ്രശ്നങ്ങൾ പറഞ്ഞു വന്ന ഈ പറഞ്ഞ iOS 26 കാര്യങ്ങളും ആപ്പിൾ അതിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. iOS 26.0.1 എന്നൊരു ബഗ് ഫിക്സിൻ്റെ അപ്ഡേഷൻ റിലീസ് ചെയ്യും എന്ന് നമ്മൾ കരുതിയായിരുന്നു. പക്ഷേ ഇപ്പോഴും ആസ് ഓഫ് നൗ ആപ്പിൾ ആ ഒരു അപ്ഡേഷൻ റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ iPhone 17 സീരീസിൽ കുറേയധികം ബഗ്ഗുകൾ പറയുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ ക്യാമറ ക്വാളിറ്റിയിലാണ് ബഗ് പറയുന്നത്. 17 സീരീസ് വന്നപ്പോഴാണ് ഞാനും ഒരു പുതിയ 17 സീരീസ് വാങ്ങിച്ചു. ഇത് 17 ആണ് 16 എന്ന് മനസ്സിലാക്കുമല്ലേ? ഒറ്റ കാര്യമുള്ളൂ, ഈ പറഞ്ഞ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ബേസ് മോഡലിലുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വെച്ച് മാത്രമാണ് 7 ആണ് 16 ആണെന്ന് മനസ്സിലാവുക. ബ്ലാക്ക് ആണ് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നെങ്കിൽ സ്കൈ ബ്ലൂ കളർ, അല്ലെങ്കിൽ പുതിയൊരു ബ്ലൂ കളറോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാച്ചാ ഗ്രീൻ ആ ഒരു കളർ എടുത്തിട്ടാണ് മനസ്സിലാവുക. 16ഉം 17ഉം നമുക്ക് കാണുമ്പോൾ യാതൊരു വ്യത്യാസവും ലുക്കിൽ മനസ്സിലാവില്ല. 6.3 ഇഞ്ചാണ് ഈ പറഞ്ഞ ഡിവൈസ്. 16ഉം 17ഉം തമ്മിലുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ സംസാരിക്കാം. സോ iOS 26 ഈ പറഞ്ഞ അപ്ഡേഷൻസും ബഗ്ഗുകളും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അടങ്ങിയിട്ടൊരു വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്ഡേഷൻസിനെ ഫോക്കസ് ചെയ്ത് നമ്മളെല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. നിങ്ങളൊരു മാക്ബുക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കൊല്ലം അവസാനിക്കുന്ന മുമ്പാണ് ഒരു പുതിയ മാക്കിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ പഴയ മാക്ക് കൊടുത്തൊരു പുതിയ മാക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 1-2 മാസം കൂടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നമുക്കിടെ റിപ്പോർട്ട് അനുസരിച്ച് ഒക്ടോബറിൽ, അതായത് ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ഒരു പുതിയ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഫോണിൻ്റെ ഒക്കെ ഇവൻ്റ് ആണല്ലോ, 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഇവൻ്റ് അല്ല, ചിലപ്പോൾ ഒരു പ്രസ് റിലീസ് അല്ലെങ്കിൽ ചെറിയൊരു 30 മിനിറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ടൊരു ആപ്പിൾ അനൗൺസ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഐപാഡും മാക്ബുക്കും വരാനുള്ള ചാൻസിനാണ് കിട്ടിയ റിപ്പോർട്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന M4ഉം M3യുടെയൊക്കെ പ്രൈസ് പിന്നെയും കുറയും. എന്നിട്ട് നിങ്ങളൊരു മാക്ക് എടുക്കുക, കുറച്ചും കൂടെ കാശിന് പോകത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഐഡിയ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഹോം പോഡിൻ്റെ 2nd ജനറേഷൻ, മേട്ടാഗിൻ്റെ 2nd ജനറേഷൻ ഒക്കെ വരുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആപ്പിൾ ഇവൻ്റിൽ നമ്മുടെ സെപ്റ്റംബർ ഇവൻ്റ് വന്നില്ല, മിക്കവാറും ഒക്ടോബറിൽ വരാണ് ചാൻസ് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടിയത്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര കൃതാക്തനാണ്. അതെന്തെങ്കിലും ആവട്ടെ, അത് വിട്. ഞാൻ കഴിഞ്ഞ കുറച്ചധികം നാൾക്ക് മുമ്പ് പറഞ്ഞു, ന്യൂസ് വീഡിയോയിൽ പറഞ്ഞു, ആപ്പിൾ ChatGPT പോലെ ഒരു ബോട്ട് ആപ്പോ അല്ലെങ്കിൽ ഒരു ചാറ്റ് അസിസ്റ്റൻ്റോ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആപ്പിൾ യൂസേഴ്സും അതിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആപ്പിളിൽ തന്നെ സഫാരി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ആപ്പിളിൽ നിന്ന് ഇംബിൾഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ട് വരികയാണെങ്കിൽ, ചാറ്റ് അസിസ്റ്റൻറ്റ് വരികയാണെങ്കിൽ കുറേയധികം ഡൗട്ടുകൾ, റീഫ്രീസ് ആയിക്കോട്ടെ, ഇമേജ് ജനറേഷൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അതിലേക്ക് വരുന്ന ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ മാർക്ക് ഗർമൻ ഒഫീഷ്യലി, അല്ലെങ്കിൽ മാർക്ക് ഗർമൻ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിൾ ഇൻറ്റേർണലി അവരുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ അവരുടെ ആ ടീം ഇപ്പോൾ ChatGPT പോലത്തെ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ആശ്വാസം. കാരണം ഇനി ആപ്പിൾ മാത്രമാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവരാത്ത. ChatGPT ഉണ്ട്, അതോടൊപ്പം ജെമിനി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊരു ആപ്പിളിൻ്റെ തന്നെ ഒരു ആപ്പിൾ സെൻട്രിക് ആയിട്ട് ഒരു ChatGPT പോലത്തെ ഒരു ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു AI ബോട്ട് വരികയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ടു ബി ഓണസ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആപ്പിൾ ആ ഒരു കംപ്ലീറ്റ് ഐഫോൺ അല്ലെങ്കിൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസ് മൊത്തമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയൊരു എക്കോസിസ്റ്റം ആയിരിക്കില്ല പിന്നെ വരാൻ പോകുന്നത്. ഒരു ബ്രാൻഡ് ന്യൂ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ട് വരുന്ന ഒരു എക്കോസിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് പല ഫീച്ചേഴ്സ്, വാച്ച് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, മാക്ക് ആയിക്കോട്ടെ, പല കാര്യങ്ങളും നമുക്ക് സിങ്ക് ചെയ്ത് ഈ പറയുന്ന നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും അതോടൊപ്പം നമ്മുടെ എന്താ പറയുക ആ ഒരു ഫോക്കസ് മൈൻഡും ഇമ്പ്രൂവ് ചെയ്യാൻ ആ ഒരു എക്കോസിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ വരുന്നുണ്ട്. മിക്കവാറും 26.4 അല്ലെങ്കിൽ ഈ പറയുന്ന 27 വരാനുള്ള ചാൻസിനാണ് കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാ ആപ്പിൾ യൂസേഴ്സും ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ അതിലേക്ക് മാറും. പക്ഷെ ആ ഒരു പ്രാർത്ഥനയുള്ളൂ, ആ ഒരു സാധനം പെയ്ഡ് സർവീസ് ആക്കരുത്. ഈ ChatGPT ഇച്ചിരിയെങ്കിലും
ഫ്രീ വന്നിട്ട് ബാക്കി പെയ്ഡ് വെർഷൻ ആക്കിയാലും കുഴപ്പമില്ല, എന്നാലും ഫുൾ പെയ്ഡ് വെർഷൻ ആക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ കുറേയധികം യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരാതിരിക്കട്ടെ. എന്തായാലും നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് അതിനെപ്പറ്റി കിട്ടും. സോ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക, കാരണം നിങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും കരുതുന്നത് അടുത്ത കൊല്ലം വരാൻ പോകുന്ന ഡിവൈസിൻ്റെ പേര് iPhone 18 ആണ്. ഇപ്പോൾ 17 വന്നു, ഇനി 18 ആയിരിക്കും. പക്ഷേ അതിനൊരു ചെറിയ ചേഞ്ച് ഉണ്ടെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ ഈ ഒരു കൊല്ലം ഇറങ്ങിയിരിക്കുന്ന ഡിവൈസുമല്ല അടുത്ത കൊല്ലം വരാൻ പോകുന്ന ഒരു ലൈനപ്പ് എന്ന് പറയുന്നത്. ആപ്പിൾ ഒരു 20 കൊല്ലത്തിൻ്റെ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ iPhone 20 എന്നുള്ള പേരിലേക്ക് മാറ്റും എന്നൊരു റിപ്പോർട്ടുണ്ട്. വിത്ത് ഒരു പുതിയ ഫോൾഡ് സീരീസ് കൊണ്ട് റിലീസ് ചെയ്യും. ഇപ്പോൾ ആപ്പിൾ ഇറക്കിയിരിക്കുന്ന iPhone Air ഇല്ലേ, അതൊരു ട്രയൽ റൺ മാത്രമാണ്. ഈ പറഞ്ഞ ഡിവൈസിൻ്റെ തിക്നെസ് എത്രത്തോളം കോമ്പാക്റ്റബിൾ ആവും, ആൾക്കാർ എത്രത്തോളം വാങ്ങിക്കും, ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ഒരു ടെസ്റ്റ് ഡോസിന് വേണ്ടി മാത്രം റിലീസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആപ്പിൾ അടുത്ത വട്ടം കൊണ്ടുവരാൻ പോകുന്ന iPhone ഫോൾഡ് എന്ന് പറഞ്ഞ ഡിവൈസിൽ ഇതിനെക്കാട്ടും തിന്നായിരിക്കും, അതായത് എയറിനെക്കാട്ടും തിന്നായിട്ടായിരിക്കും കൊണ്ടുവരാനുള്ള പ്ലാൻ വെക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ പ്രോ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതേപോലെ എയറിലും ഫോൾഡിലും വരാനും ചാൻസ് ഉണ്ട്. സോ ആപ്പിൾ ഈസ് ഫോക്കസിങ് ഓൺ മോർ ഫ്യൂച്ചറിസ്റ്റിക് പ്രോഡക്റ്റ്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഒരു ട്രയലായിട്ടാണ് ആപ്പിൾ കൊണ്ടുവരിക്കുന്നത്. നമുക്കറിയാം പല കാര്യങ്ങളും. ആദ്യമായിട്ട് ഈ പറയുന്ന മാക്ബുക്കിൻ്റെ എയർ വന്നപ്പോൾ സ്റ്റീവ് ജോബ്സ് ഇറക്കിയപ്പോഴും ആൾക്കാരത് പുച്ഛിച്ചു. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും മാക്ബുക്ക് എയർ എന്ന് പറഞ്ഞാൽ ഒരു ഫീലാണ്, അല്ലെങ്കിൽ ഒരു ഇമോഷനാണ്. വെയിറ്റ് കുറവാണ്, പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ബാറ്ററി എഫിഷ്യൻസി എന്നിങ്ങനെ അതേ സെയിം ആ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഫീല് ഈ പറയുന്ന iPhone Airനും അതോടൊപ്പം വരാൻ പോകുന്ന ഫോൾഡിലും ആപ്പിളിന് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ടെസ്റ്റിംഗ് ആയിട്ട് പഠിച്ചുകൊണ്ടാണ് ആപ്പിൾ ഇപ്പം മുമ്പോട്ട് പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ന്യൂസ് വീഡിയോയിൽ കുറേ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുതന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു ന്യൂസ് വീഡിയോ റെഗുലറായിട്ട് കാണുന്ന കുറേയധികം കൂട്ടുകാരുണ്ട്. അവർക്ക് എന്തായാലും ഞാൻ എൻ്റെ എവിക്ക ടീമിൻ്റെയും ഒരു ബിഗ് താങ്ക് യു. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ പറയുന്ന ന്യൂസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതേപോലെ നമ്മുടെ എല്ലാ പുതിയ പുതിയ ഇൻഫർമേഷൻസും ബാക്കി കാര്യങ്ങളും നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ തൊട്ട് താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Evin Sevia signing from Evika.